ഇപ്പോൾ നാരായണിയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. അവർ ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അനൂപ് തൻ്റെ ടെൻഷനെല്ലാം നാരായണിയോട് സംസാരിക്കുന്നു, പങ്കുവെക്കുകയാണ്. അതായത് എങ്ങനെ നമ്മൾ ഈ പ്രതിസന്ധി കടന്നു പോകും, എങ്ങനെ ഞാൻ ഇങ്ങനെ അതിജീവിക്കുമെന്ന് എനിക്കറിയില്ല. നാരായണി ആകെ ടെൻഷനാവുകയാണ്. എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്നാണ് ആലോചിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നാരായണി പറയുകയാണ്, അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ ഞാനും കൂടെ ഉണ്ടാവും. ഇപ്പോൾ തൽക്കാലം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, എല്ലാത്തിനും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്ന് പറയുമ്പോൾ അനൂപ് പറയുകയാണ്, നിശ്ചയത്തിന് ഇതുപോലെ തന്നെ പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ നാരായണി പറയുന്നു, അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നു, കുറേ വഴിപാടൊക്കെ നേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അനൂപേട്ടൻ ഒരു കാരണവശാലും പേടിക്കേണ്ട, നമ്മൾ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല, എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കും, ദേവി എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. നേരം വെളുത്ത് കഴിഞ്ഞ് അമ്പുറ്റിമാമയാണ് കാണിക്കുന്നത്. അമ്പുറ്റിമാമ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുഞ്ഞാലിക്കയുടെ മോളും മരുപ്പോരും കൂടി അതിൽ കൂടി വരികയാണ്. അപ്പോൾ അവരെ കാണുമ്പോൾ പെട്ടെന്ന് നാരായണിയെ ഓർത്തു പോവുകയാണ്. അതായത് നാരായണി തൻ്റെ മകൾക്ക് ഒരു മംഗല്യയോഗം ഉണ്ടായിട്ട് പോലും ഇതുപോലെ ഒരുമിച്ച് ഭർത്താവ് ഓർത്ത് സന്തോഷിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ അവരാണെങ്കിലും വന്നിട്ട് നാരായണിയെക്കുറിച്ച് പറയുകയാണ്. മരുമകൻ പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു ഒലിച്ചു കളി, ഡോക്ടറിനും നാരായണിക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ, എല്ലാവരോടും തുറന്നു പറഞ്ഞുകൂടെ എന്നൊക്കെ പറയുമ്പോൾ അമ്പൂറ്റിപ്പമ്മ പറയുകയാണ്, അയാളുടെ ജീവിത സാഹചര്യം ശരിയല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സഹിക്കേണ്ടി വരുന്നതെന്നൊക്കെ പറയുകയാണ്. അതിന് ശേഷം കാണിക്കുന്നത് അനൂപും ഹരിതയും നാരായണിയും അമ്മയും എല്ലാവരുമായിട്ട് രഞ്ജനോടൊപ്പം അമ്പലത്തിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ പൂജാരി പറയുകയാണ്, ഇതാരാ വന്നിരിക്കുന്നത്, ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാലോ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അനൂപിൻ്റെ അമ്മ പറയുകയാണ്, ഹരിതേമോളെ കുറിച്ചാണെന്ന് പറയുമ്പോൾ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നാരായണിയെക്കുറിച്ചാണ്. അന്ന് തന്നെ കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിച്ചപ്പോൾ എന്ത് അത്ഭുതമാണ് സംഭവിച്ചത്, അങ്ങനത്തെ ഒരു മഹാത്ഭുതമൊക്കെ ഇങ്ങനെ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അത് അത്യപൂർവമായ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് നാരായണിയെക്കുറിച്ച് പൊക്കി പറയുമ്പോൾ അത് നമ്മുടെ അനൂപിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും തൊഴുന്നു പറഞ്ഞിട്ട് അവർ വേഗം വിഷയം മാറ്റുകയാണ്. അതിനുശേഷം പറയുകയാണ്, ഹരിതമോളുടെ കൈ പിടിച്ചിട്ട് അമ്പലത്തിന് ചുറ്റും വലം വെക്കാൻ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്പൂതിരി തന്നെ പറയുകയാണ്, പൂജാരി പറയുകയാണ്, അങ്ങനെയൊക്കെ കല്യാണത്തിന് മുൻപ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ എന്താ, സ്നേഹിക്കുന്ന എത്രയോ ആൾക്കാരിലൊക്കെ വന്നിട്ട് അങ്ങനെ ഒരുമിച്ച് വലം വെക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്, അതിന് ഇപ്പോൾ ആർക്കാ എന്താ പ്രശ്നം, ദൈവത്തിന് എന്താ അതിന് പ്രശ്നം എന്നൊക്കെ പറയുകയാണ്. അന്ന് അങ്ങനെ ആയിക്കോട്ടെ, എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഹരിത നമ്മുടെ അനൂപ് ഡോക്ടറിൻ്റെ കൈയും പിടിച്ചിട്ട് ചുറ്റും വലം വെക്കുകയാണ്. രഞ്ജനോടും പറയുകയാണ്, നിങ്ങളോട് ഇനി പ്രത്യേകം പറയണോ, നിങ്ങൾക്കും ഇത് ബാധകമാണ്, നിങ്ങൾ പോയിട്ട് അതുപോലെ തന്നെ വലം വെക്കുക അമ്പലത്തിന് ചുറ്റും എന്ന് പറയുകയാണ്. അപ്പോൾ അവരും അതുപോലെ തന്നെ ചെയ്യുന്നു. മനസ്സോടെയാണ് അവരങ്ങനെ ചെയ്യുന്നത്. രണ്ട് കൂട്ടരും അമ്പലത്തിന് ചുറ്റും വലം വെച്ച് കഴിഞ്ഞ് വരുമ്പോൾ അനൂപിൻ്റെ അമ്മ നമ്മുടെ പൂജാരിയുടെ കയ്യിൽ മംഗല്യ സൂക്തം കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് നന്നായി ഒന്ന് ജപിച്ച് പൂജിച്ച് തരണം, ഇത് നാരായണയുടെ കഴുത്തിൽ രഞ്ജന കെട്ടാനുള്ള മാംഗല്യ സൂക്തമാണെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വെച്ച് പൂജിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഐശ്വര്യം തന്നെ വേറെയാണ്, അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ തന്നെ പൂജിച്ച് ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറയുമ്പോൾ വേഗം തന്നെ ഹരിത പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഇതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് അനൂപേട്ടനെ കൊണ്ട് എൻ്റെ കഴുത്തിൽ മാംഗല്യ സൂക്തം ഇരിക്കണം അമ്മയെന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ പ്രത്യേകം പറയാനുണ്ടോ, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ, ഇപ്പോൾ ഇവരുടെ കാര്യം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് മാംഗല്യ സൂക്തം ഇട്ട് കൊടുക്കാനായിട്ട് അവർ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ദേവിയുടെ മുമ്പിലേക്ക് പോകുമ്പോൾ തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഹരിത അറിയുകയാണത്, അതായത് നിശ്ചയത്തിന് അനൂപേട്ടൻ തൻ്റെ വിരലിനണിഞ്ഞ മോതിരം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന്. അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ എൻ്റെ മോതിരം കാണാനില്ല, നിശ്ചയത്തിന് ഇട്ട മോതിരമാണെന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ ആ പോയിടത്തൊക്കെ വലം വെച്ച സ്ഥലത്തൊക്കെ ഒന്ന് പോയി നോക്ക് എന്നും പറഞ്ഞിട്ട് അനൂപിനെയും കൂടെ വിടുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി പോയി നോക്കുമെന്ന് പറഞ്ഞ് വിടുകയാണ്. അപ്പോൾ അനൂപിൻ്റെ അമ്മ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ രഞ്ജൻ നാരായണിയോട് പറയുകയാണ്, അത് മിക്കവാറും ഒരു വലം വയ്ക്കുന്ന സമയത്ത് അനൂപ് തന്നെ എടുത്ത് കളഞ്ഞതായിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും അനൂപേട്ടൻ ചെയ്യില്ല എന്ന് നാരായണിയും പറയുന്നു. എന്നിട്ട് ഹരിതയും അനൂപ് പോയി അവിടെ ഒരുമിച്ച് നിന്ന് പല സ്ഥലത്തും തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. അപ്പോൾ അനൂപിൻ്റെ അമ്മ ചെന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട, ഇത്ര വലിയ കാര്യമൊന്നും ആക്കണ്ട, നമുക്ക് വേറൊരു വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മോതിരം കൂടി വാങ്ങിക്കാം, ഇപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ വാങ്ങിക്കാം, എന്നിട്ട് അനൂപിനെ കൊണ്ട് ഇപ്പോൾ തന്നെ മോക്കളെ വിരലിൽ ഇട്ട് തരുന്നതായിരിക്കും, മോൾ അതോട്ട് ടെൻഷൻ ആവണ്ട എന്ന് പറയുകയാണ്. എന്നിട്ട് നാരായണിയോടും രഞ്ജനോടും പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ, ഞങ്ങൾ നേരെ ജ്വല്ലറിയിലേക്ക് പോവുകയാണ്, അവിടെ നിന്നും ഇവർക്കുള്ള നിശ്ചയത്തിന് ആവശ്യമായ മോതിരം വാങ്ങിയിട്ടേ ഞങ്ങൾ വരികയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ അവരത് കേട്ടിട്ട് നാരായണിയും രഞ്ജനും തിരിച്ചു പോകുന്നു. എന്നിട്ട് ഹരിതയ്ക്കും വേണ്ട മോതിരം എടുക്കാനായിട്ട് അവർ തയ്യാറെടുക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ, ബൈ.